സ്വാഗതം. ഇന്ന് നമ്മൾ ജാപ്പനീസ് ഹൈക്കു കവിതകളുടെ ഒരു ലോകത്തേക്കാണ് പോകുന്നത്. ഒറ്റനോട്ടത്തിൽ വളരെ ലളിതമെന്ന് തോന്നുമെങ്കിലും ശരിക്കും പറഞ്ഞാൽ വായിക്കുന്തോറും ആഴം കൂടുന്ന ഒരു ലോകമാണിത്. നമ്മുടെ വഴികാട്ടിയായി കൂടെയുള്ളത് ഇതിലെ എക്കാലത്തെയും മഹാനായ കവി മാറ്റ്സുവോ ബാഷോയാണ്. അതെ, ബാഷോയുടെ ലോകം. അത് പുറമേ നിന്ന് നോക്കുമ്പോൾ വളരെ ചെറുതാണ്. ഒരു പഴയ കുളം, ഒരു തവള, ചിലപ്പോൾ ഒരു ചീവീട്. പക്ഷെ ആ ചെറിയ ലോകത്തിരുന്ന് അദ്ദേഹം സംസാരിക്കുന്നത് പ്രപഞ്ചത്തോളം വലിയ കാര്യങ്ങളെക്കുറിച്ചാണ്. അതുതന്നെയാണ് എനിക്കും ഏറ്റവും അതിശയമായി തോന്നിയത്. വെറും 3 വരി, 17 അക്ഷരങ്ങൾ. അതിനുള്ളിൽ എങ്ങനെയാണ് ഈ ജീവിതം, മരണം, നിശബ്ദത പോലുള്ള വലിയ ആശയങ്ങൾ ഒളിപ്പിക്കാൻ കഴിയുന്നത്? അപ്പോ ഇന്നത്തെ നമ്മുടെ അന്വേഷണം അതാണ്, ഈ ചെറിയ കവിതകളുടെ വലിയ രഹസ്യം കണ്ടെത്തുക. തുടങ്ങുന്നതിന് മുൻപ് ഒരു കാര്യം ഓർക്കണം. ഹൈക്കു എന്നത് വെറുമൊരു വാക്കുകളുടെ കളിയല്ല. അതൊരു കാഴ്ചപ്പാടാണ്. ലോകത്തെ കാണാനുള്ള, അനുഭവിക്കാനുള്ളൊരു പുതിയ രീതി. തിരക്കിനിടയിലൊന്ന് നിർത്തി ചുറ്റുമുള്ളതിനെ ശ്രദ്ധിക്കാൻ പഠിപ്പിക്കുന്ന ഒരു ഉദ്യാനം പോലെ. കൊള്ളാം. അപ്പോൾ നമുക്ക് ഏറ്റവും അടിസ്ഥാനപരമായ കാര്യത്തിൽ നിന്ന് തന്നെ തുടങ്ങാം. എന്താണൊരു ഹൈക്കു? സ്കൂളിൽ പഠിച്ച ഒരു ഓർമ്മ വെച്ച് ഇതൊരു 3 വരി കവിതയാണ്. ആദ്യത്തെ വരിയിൽ 5 അക്ഷരങ്ങൾ, രണ്ടാമത്തേതിൽ 7, മൂന്നാമത്തേതിൽ വീണ്ടും 5. ഈ 5-7-5 എന്ന കണക്ക് ശരിയല്ലേ? ആ കണക്ക് ശരിയാണ്. പക്ഷേ അതൊരു ചട്ടക്കൂട് മാത്രം. ചട്ടക്കൂടോ? അതെ. ഒരു കെട്ടിടത്തിന് അതിന്റെ തൂണുകൾ പോലെയാണ് ഹൈക്കുവിന് മറ്റു ചില ഘടകങ്ങൾ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട 2 എണ്ണമാണ് കിഗോ, അതായത് ഋതുവിനെ സൂചിപ്പിക്കുന്ന വാക്ക്, പിന്നെ കിരേജി. കിഗോ, കിരേജി. ഓ, അത് പുതിയൊരറിവാണല്ലോ. കിഗോ എന്ന് വെച്ചാൽ സീസണുമായി ബന്ധപ്പെട്ട വാക്ക്, അങ്ങനെയാണോ? അതെ. ഒരു ഹൈക്കു വായിക്കുമ്പോൾ നിങ്ങൾ ഏത് കാലത്താണ് നിൽക്കുന്നതെന്ന് ഒരു വാക്കുകൊണ്ട് കവി പറഞ്ഞുതരും. ഉദാഹരണത്തിന്, ചെറിപ്പൂക്കൾ എന്ന് കേട്ടാൽ അത് വസന്തകാലമാണ്. ചീവീട് എന്ന് കേട്ടാൽ അത് വേനൽക്കാലം. ശരിയാണ്. ഒരു ഫോട്ടോയ്ക്ക് കൃത്യമായൊരു പശ്ചാത്തലം നൽകുന്നതുപോലെ. അപ്പോൾ എന്താണ് ഈ കിരേജി? മുറിക്കുന്ന വാക്ക് എന്നാണല്ലോ പറഞ്ഞത്. അതാണ് ഹൈക്കുവിന്റെ ഹൃദയമെന്ന് പറയാം. കിരേജി എന്ന് പറയുന്നത് കവിതയുടെ ഒഴുക്കിനെ പെട്ടെന്ന് മുറിക്കുന്ന ഒന്നാണ്. ഇത് 2 വ്യത്യസ്ത ചിത്രങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുകയോ അല്ലെങ്കിൽ ഒരു ചിത്രത്തിൽ നിന്ന് പെട്ടെന്ന് ഒരു വലിയ ആശയത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കുകയോ ചെയ്യും. ഒരു സിനിമയുടെ ജമ്പ് കട്ട് പോലെ. ആ ഒരു നിമിഷത്തെ നിശബ്ദത, അതോടെ വായനക്കാരൻ ഒന്ന് നിർത്തും, ചിന്തിക്കും. അവിടെയാണ് കവിതയുടെ യഥാർത്ഥ അനുഭവം ജനിക്കുന്നത്. കൊള്ളാം. അപ്പോൾ ഘടനയേക്കാൾ പ്രധാനം ഈ 2 ഘടകങ്ങളാണല്ലേ? തീർച്ചയായും. എന്നാൽ പിന്നെ നമുക്ക് ബാഷോയുടെ ലോകത്തേക്ക് നേരിട്ട് കടന്നാലോ? അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രശസ്തമായ ആ പഴയ കുളം എന്ന കവിത തന്നെ എടുക്കാം. തീർച്ചയായും. ഒരുപക്ഷേ ലോകത്തിലെ ഏറ്റവും പ്രശസ്തമായ ഹൈക്കുവും അതുതന്നെയാണ്. ഞാൻ ആ കവിതയൊന്ന് പറയാം. ഒരു പഴയ കുളം. ഒരു തവള വെള്ളത്തിലേക്ക് ചാടുന്നു. വെള്ളത്തിന്റെ ശബ്ദം. ഇത്രയുള്ളൂ. സത്യം പറഞ്ഞാൽ ആദ്യമായി വായിക്കുമ്പോൾ ഇതിലെന്താണിത്ര പ്രത്യേകത എന്ന് തോന്നിപ്പോകും. ഒരു സാധാരണ കാഴ്ചയല്ലേ ഇത്? അതെ, അതൊരു സാധാരണ കാഴ്ചയാണ്. ബാഷോയുടെ പ്രത്യേകതയും അതുതന്നെ. ഏറ്റവും സാധാരണമായ ഒന്നിൽ അസാധാരണമായ സൗന്ദര്യം കണ്ടെത്തുക. നമുക്ക് ആ കവിതയെ ഒന്ന് കീറിമുറിച്ചു നോക്കാം. ഒരു പഴയ കുളം, ഇതാണ് ആദ്യത്തെ ചിത്രം. അത് കാലങ്ങളായി അവിടെയുണ്ട്. നിശ്ചലമാണ്. ഒരുപക്ഷേ ആരും ശ്രദ്ധിക്കാതെ കിടക്കുന്ന ഒന്ന്. ശരി. അപ്പോൾ ആ കുളം എന്നത് മാറ്റമില്ലാത്ത അനന്തമായ ഒന്നിന്റെ പ്രതീകമാണ്. അതെ. ഇനി രണ്ടാമത്തെ ചിത്രം. ഒരു തവള വെള്ളത്തിലേക്ക് ചാടുന്നു. ഇത് വളരെ പെട്ടെന്നുണ്ടാകുന്ന ക്ഷണികമായ ഒരു സംഭവമാണ്. ഒരു നിമിഷം മാത്രം. അതായത് അനന്തമായ നിശ്ചലതയിലേക്ക് കടന്നുവരുന്ന ജീവിതത്തിന്റെ ഒരു ചെറിയ തുടിപ്പ്. എന്നിട്ട് അവസാനം വെള്ളത്തിന്റെ ശബ്ദമെന്ന് പറയുമ്പോൾ ആ 2 ലോകങ്ങളും ഒന്നിക്കുകയാണ്. ആ പ്ലൊംബ് എന്ന ശബ്ദത്തിലൂടെ നിശ്ചലതയും ചലനവും അനന്തതയും ക്ഷണികതയും തമ്മിൽ കണ്ടുമുട്ടുന്നു. പക്ഷെ ഒരു സംശയം, ഇതൊക്കെ നമ്മളിപ്പോ കണ്ടെത്തുന്ന അർത്ഥങ്ങളല്ലേ? ബാഷോ ഇതെല്ലാം മനസ്സിൽ കണ്ടിട്ടാണോ ഒരു തവളയെക്കുറിച്ച് എഴുതിയത്? നമ്മളിതിനെ ഓവർ അനലൈസ് ചെയ്യുകയാണോ? വളരെ നല്ല ചോദ്യമാണ്. ഇതിന് ഉത്തരം കണ്ടെത്താൻ നമ്മൾ ബാഷോ ജീവിച്ച കാലഘട്ടത്തിലെ സെൻ ബുദ്ധമതത്തിന്റെ സ്വാധീനത്തെക്കുറിച്ച് ചിന്തിക്കണം. സെൻ തത്വചിന്തയനുസരിച്ച് പ്രപഞ്ചത്തിന്റെ രഹസ്യങ്ങൾ വലിയ ഗ്രന്ഥങ്ങളിലല്ല, മറിച്ച് നമ്മുടെ ചുറ്റുമുള്ള ചെറിയ കാര്യങ്ങളിലാണ് ഒളിഞ്ഞിരിക്കുന്നത്. ഒരു പൂവിലോ ശലഭത്തിലോ? അതെ. അല്ലെങ്കിൽ
ഒരു തവളയുടെ ചാട്ടത്തിലോ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിലൂടെ നമുക്ക് വലിയ സത്യങ്ങൾ കണ്ടെത്താൻ കഴിയും. ബാഷോ ഒരു കവി മാത്രമല്ല, ഒരു സെൻ വ്യാചാരംഗ കൂടിയായിരുന്നു. അദ്ദേഹത്തിന് ആ തവളയുടെ ചാട്ടം വെറുമൊരു കാഴ്ചയല്ല, അതൊരു സെറ്റോറി, അതായത് പെട്ടെന്നുണ്ടാകുന്ന ജ്ഞാനോദയത്തിന്റെ നിമിഷമാണ്. നമ്മളെയൊക്കെ ജീവിതത്തിലുണ്ടാകുന്ന ആഹാ നിമിഷങ്ങളില്ലേ, അതുപോലെ. ഓ, അപ്പോൾ ആ പഴയ കുളം നമ്മുടെ ശാന്തമായ മനസ്സാണ്. തവളയുടെ ചാട്ടം എന്നത് പെട്ടെന്ന് മനസ്സിലേക്ക് വരുന്ന ഒരു പുതിയ ചിന്തയോ ഉൾക്കാഴ്ചയോ ആകാം. അതെ. ആ ശബ്ദം കേൾക്കുമ്പോഴാണ് നമ്മുടെ ചിന്തകൾക്ക് പുതിയൊരു മാനം വരുന്നത്. കൊള്ളാം. ഇപ്പോൾ ആ കവിതയ്ക്ക് കൂടുതൽ ആഴം തോന്നുന്നുണ്ട്. ഈ നിശബ്ദത എന്ന ആശയം ബാഷോയുടെ മറ്റു കവിതകളിലും വരുന്നുണ്ടല്ലോ അല്ലേ? പാറകളെ തുളയ്ക്കുന്ന ചീവീടിന്റെ ശബ്ദത്തെക്കുറിച്ചുള്ള ആ കവിത. അതെ, അതും ബാഷയുടെ ഏറ്റവും മികച്ച കവിതകളിലൊന്നാണ്. അവിടെ നിശബ്ദതയെ തികച്ചും വ്യത്യസ്തമായ രീതിയിലാണ് അദ്ദേഹം സമീപിക്കുന്നത്. ആ കവിത ഇങ്ങനെയാണ്: ഓ, എന്തു ശാന്തത! പാറകളിലേക്ക് തുളച്ചു കയറുന്നു ഒരു ചീവീടിന്റെ കരച്ചിൽ. ഇവിടെ ഒരു വിരോധാഭാസമില്ലേ? ശാന്തതയെക്കുറിച്ച് പറഞ്ഞിട്ട് കാതു തുളയ്ക്കുന്ന ചീവീടിന്റെ കരച്ചിലിനെക്കുറിച്ച് പറയുന്നു. ഈ ശബ്ദം എങ്ങനെയാണ് ശാന്തതയെ വർദ്ധിപ്പിക്കുന്നത്? അവിടെയാണ് കവിയുടെ മിടുക്ക്. പഴയ കുളം എന്ന കവിതയിൽ ശബ്ദം നിശബ്ദതയെ ഭേദിക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ ഇവിടെ ചീവീടിന്റെ നിർത്താതെയുള്ള കരച്ചിൽ ആ സ്ഥലത്തെ നിശബ്ദതയെ ഇല്ലാതാക്കുകയല്ല, മറിച്ച് അതിന്റെ ആഴം നമുക്ക് കാണിച്ചു തരികയാണ്. ആഴം കാണിച്ചു തരുന്നു. അതെ. ഒന്നാലോചിച്ചു നോക്കൂ, ചുറ്റും അത്രയധികം നിശബ്ദതയുള്ളതുകൊണ്ടാണ് ഒരു ചെറിയ ചീവീടിന്റെ ശബ്ദം പോലും പാഴകളെ തുളച്ചുകയറുന്നതുപോലെ ശക്തമായി നമുക്ക് അനുഭവപ്പെടുന്നത്. ആ ശബ്ദം ആ നിശബ്ദതയുടെ അളവുകോലായി മാറുന്നു. ശരിയാണ്. നമ്മൾ രാത്രിയിൽ ഉറങ്ങാൻ കിടക്കുമ്പോൾ ക്ലോക്കിന്റെ സൂചി അനങ്ങുന്ന ശബ്ദം വളരെ ഉച്ചത്തിൽ കേൾക്കുന്നതുപോലെ. കൃത്യമായി. ചുറ്റുമുള്ള നിശബ്ദത കൂടുന്തോറും ചെറിയ ശബ്ദങ്ങൾക്ക് ശക്തി കൂടും. ഇതിനെ നമ്മുടെ ആന്തരിക ലോകവുമായും ബന്ധിപ്പിക്കാം. നമ്മുടെ മനസ്സ് ചിലപ്പോൾ ആ പാറകളെപ്പോലെ ശാന്തമായിരിക്കും, ഒരു ധ്യാനാവസ്ഥയിൽ. ആ സമയത്താണ് മറക്കാൻ ശ്രമിക്കുന്ന ഏതെങ്കിലും ഒരു ഓർമ്മയോ അനാവശ്യമായ ഒരു ചിന്തയോ ആ ചീവീടിനെ പോലെ നമ്മുടെ ഉള്ളിലേക്ക് തുളച്ചു കയറുന്നത്. ആ ചിന്ത നമ്മുടെ ശാന്തതയെ നശിപ്പിക്കുന്നില്ല, പക്ഷേ ആ ശാന്തത എത്രമാത്രം ദുർബലമാണെന്നോ നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. അപ്പോൾ ഒരേ വിഷയമായ നിശബ്ദതയെ ബാഷോ രണ്ട് വ്യത്യസ്ത കോണുകളിലൂടെ കാണിച്ചു തരുന്നു. ഒന്നിൽ ശബ്ദം ഒരു മാറ്റത്തിന്റെ തുടക്കമാകുമ്പോൾ മറ്റൊന്നിൽ അത് നിശബ്ദതയുടെ ആഴമളക്കുന്നു. കൊള്ളാം. ഈ ചീവിയുടെ ഭാഷയുടെ മറ്റൊരു കവിതയിലും വരുന്നുണ്ടല്ലോ അല്ലേ? ജീവിതത്തിന്റെ ക്ഷണികതയെക്കുറിച്ച് പറയുന്ന ഒന്നില് ഉണ്ട്. അത് ബാഷോയുടെ തത്വചിന്തയുടെ മറ്റൊരു വശം കാണിച്ചു തരുന്ന കവിതയാണ്. കവിത ഇങ്ങനെയാണ്: ഒരു ചീവീട് പാടുന്നു, അത് ഉടൻ മരിക്കുമെന്നൊരു സൂചനയുമില്ലാതെ. അതതിന്റെ സർവശക്തിയും എടുത്ത് പാടുകയാണ്. അതെ. ജാപ്പനീസ് സൗന്ദര്യശാസ്ത്രത്തിൽ മോണോ നോ അവാരെ എന്നൊരാശയമുണ്ട്. മോണോ നോ അവാരെ, അതായത് എല്ലാത്തിനും ഒരു അവസാനമുണ്ട് എന്ന തിരിച്ചറിവിൽ നിന്നുണ്ടാകുന്ന ഒരു തരം മധുരമായ വിഷാദം. ആ ചീവീടിന്റെ ജീവിതം ഏതാനും ആഴ്ചകൾ മാത്രമാണ്, പക്ഷേ അതിന്റെ പാട്ടിൽ മരണഭയത്തിന്റെ ഒരു കണിക പോലുമില്ല. അത് ആ നിമിഷത്തിൽ പൂർണ്ണമായി ജീവിക്കുകയാണ്. അപ്പോൾ ആ ചീവീട് നമ്മൾ മനുഷ്യർക്കുള്ളൊരു പാഠമാണല്ലേ? നമ്മുടെ ജീവിതവും ക്ഷണികമാണ്, പക്ഷേ ഭാവിയെക്കുറിച്ചോ മരണത്തെക്കുറിച്ചോ ഓർത്തു വിഷമിക്കാതെ ഈ നിമിഷത്തിൽ പൂർണ്ണമായി ശ്രദ്ധ കേന്ദ്രീകരിച്ച് ജീവിക്കുക എന്ന സന്ദേശം. അതുതന്നെ. ബാഷോയുടെ കവിതകളിലെ പ്രകൃതി ഒരിക്കലും വെറും പ്രകൃതിയല്ല, അത് മനുഷ്യന്റെ അവസ്ഥകളെ പ്രതിഫലിപ്പിക്കുന്നൊരു കണ്ണാടിയാണ്. രണ്ടാമത്തെ ചീവീട് മരണത്തിനു മുന്നിലും ജീവിതം ആഘോഷമാക്കുന്ന നമ്മുടെ അടങ്ങാത്ത ആഗ്രഹമാണ്. പ്രകൃതിയെ നിരീക്ഷിക്കുന്നതിലൂടെ ബാഷോ നമ്മളോട് സംസാരിക്കുന്നത് നമ്മളെക്കുറിച്ച് തന്നെയാണ്. ഇപ്പൊ ഈ 3 കവിതകളെക്കുറിച്ചും സംസാരിച്ചപ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യം, ഇതിന്റെയൊക്കെ ലാളിത്യമാണ്. വളരെ കുറച്ചു വാക്കുകൾ, അനാവശ്യമായ വർണ്ണനകളൊന്നുമില്ല. ഒരു കുളം, ഒരു തവള, ഒരു ശബ്ദം, അത്രമാത്രം. ഈ കുറഞ്ഞ വാക്കുകൾക്ക് എങ്ങനെയാണ് ഇത്ര വലിയ അർത്ഥങ്ങൾ നൽകാൻ കഴിയുന്നത്? ഈ ലാളിത്യമാണ് ഹൈക്കുവിന്റെ ശക്തി. ഇതിനെ നമുക്ക് മിനിമലിസം എന്ന് പറയാം. അനാവശ്യമായ എല്ലാത്തിനെയും ഒഴിവാക്കുന്നതിലൂടെ കവി നമ്മളെ പ്രധാന ആശയത്തിലേക്ക് മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പ്രേരിപ്പിക്കുന്നു. ഒരു പെയിന്റർ ക്യാൻവാസിൽ ഒരുപാട് സ്ഥലം ഒഴിച്ചിടുന്നതുപോലെ. ഓ, ബാക്കിയുള്ളവ പൂരിപ്പിക്കാനുള്ള സ്വാതന്ത്ര്യം ബാഷോ നമുക്ക്, അതായത് വായനക്കാരന്, തരുന്നു. കവിത പൂർണ്ണമാകുന്നത് നമ്മുടെ മനസ്സിലാണ്. അപ്പോൾ കുറച്ചുകൊണ്ട് കൂടുതൽ പറയുക, ലെസ് ഈസ് മോർ എന്ന ആശയം ഇന്നത്തെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം ക്യാപ്ഷനുകൾ പോലെയോ അല്ലെങ്കിൽ ട്വിറ്റർ പോലെയോ ആണോ ഇത്?
അതോ അതിലും ആഴത്തിലുള്ള എന്തെങ്കിലും ഇതിനുണ്ടോ? നല്ലൊരു താരതമ്യമാണത്. രൂപത്തിൽ സാമ്യമുണ്ടെങ്കിലും ലക്ഷ്യത്തിൽ വലിയ വ്യത്യാസമുണ്ട്. സോഷ്യൽ മീഡിയയിലെ മിനിമലിസം പലപ്പോഴും ശ്രദ്ധ പിടിച്ചു പറ്റാനാണ്. എന്നാൽ ഹൈക്കൂവിലെ മിനിമലിസം നമ്മളെ പുറം ലോകത്തുനിന്ന് മാറ്റി നമ്മുടെ ഉള്ളിലേക്ക് നോക്കാൻ പ്രേരിപ്പിക്കുന്ന ഒന്നാണ്. ശരിയാണ്. ഒരു സാധാരണ തവളയെ, ശബ്ദമുണ്ടാക്കുന്ന ഒരു ചീവീടിനെയൊക്കെ അദ്ദേഹം ഒരു വലിയ തത്വചിന്തയുടെ പ്രതീകമാക്കി മാറ്റുന്നു. നമ്മുടെ തിരക്ക് പിടിച്ച ജീവിതത്തിൽ ഒന്ന് നിർത്തി ചുറ്റുമുള്ള ചെറിയ കാര്യങ്ങളിലെ അത്ഭുതം കണ്ടെത്താനുള്ള ഒരു ക്ഷണമാണ് ഓരോ ഹൈക്കുവും. അപ്പോൾ ഇന്നത്തെ ഈ യാത്രയിൽ നമ്മൾ ഒരുപാട് ദൂരം സഞ്ചരിച്ചു. വെറും 5-5-5 എന്ന കണക്കിൽ നിന്ന് തുടങ്ങി കിഗോ, കിരേജി തുടങ്ങിയ ഹൈക്കുവിദ്യ ആത്മാവിനെ തൊട്ടറിഞ്ഞു. ബാഷോയുടെ 3 പ്രശസ്തമായ കവിതകളിലൂടെ കടന്നുപോയപ്പോൾ നിശബ്ദത, മാറ്റം, ജീവിതത്തിന്റെ അർത്ഥം എന്നിവയെക്കുറിച്ചെല്ലാം പുതിയ കാഴ്ചപ്പാടുകൾ ലഭിച്ചു. അതെ, വെറും വാക്കുകളല്ല, അനുഭവങ്ങളാണ് ബാഷോ നമുക്ക് നൽകുന്നത്. തീർച്ചയായും. ഈ ചർച്ച അവസാനിപ്പിക്കുമ്പോൾ കേൾക്കുന്ന നിങ്ങൾക്കും ചിന്തിക്കാനൊരു കാര്യം നൽകാം. ബാഷോയുടെ കവിതകളെല്ലാം ക്ഷണികമായ നിമിഷങ്ങളുടെ ശക്തിയെക്കുറിച്ചാണ് സംസാരിക്കുന്നത് എന്ന് നമ്മൾ കണ്ടു, അല്ലേ? നിരന്തരമായ ശബ്ദങ്ങളും വിവരങ്ങളും നമ്മളെ വലയം ചെയ്യുന്ന ഈ ഡിജിറ്റൽ യുഗത്തിൽ ഒരു നിമിഷം ശാന്തമായിരിക്കാൻ നമുക്ക് കഴിയുന്നുണ്ടോ? നിങ്ങളുടെ ജീവിതത്തിലെ പഴയ കുളം ഏതാണ്? നിങ്ങളുടെ ആന്തരിക നിശബ്ദതയുടെ ഇടം? ഒരുപക്ഷെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ നിങ്ങളുടെ കാഴ്ചപ്പാടിനെ ആകെ മാറ്റിമറിക്കാൻ കഴിയുന്ന ഒരു തവളയുടെ ചാട്ടം, അതായത് ഒരു ചെറിയ അപ്രതീക്ഷിത നിമിഷം, ഇന്ന് തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചേക്കാം. അതൊരു പക്ഷേ ജനലിലൂടെ അകത്തേക്ക് വന്നൊരു പൂമ്പാറ്റിയാവാം, അല്ലെങ്കിൽ ഒരു പഴയ പാട്ട് കേൾക്കുമ്പോൾ കിട്ടുന്ന ഓർമ്മയാവാം, അതുമല്ലെങ്കിൽ ഒരു ചായ കുടിക്കുമ്പോഴുള്ള ചെറിയൊരു നിമിഷത്തെ സമാധാനമാവാം. നിങ്ങളുടെ ആ ഹൈക്കൂ നിമിഷം എന്തായിരിക്കും? ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ.